റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ വാക്യപ്രതിവാക്യമായുള്ള പഠനം തുടരുകയാണ്. ഇത് ഈ പഠന പരമ്പരയിലെ 7ാമത്തെ എപ്പിസോഡാണ്. ഇവിടെ റോമർ 6-ാം അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിനു മുമ്പുള്ളതും ശേഷമുള്ളതുമായ എല്ലാ എപ്പിസോഡുകളും ഇതേ ചാനലിൽ ലഭ്യമാണ്. ഈ പഠനത്തിൻ്റെ ബുക്ക് സൗജന്യമായി ലഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ആവശ്യപ്പെടുക. നമ്പർ 9961330751. പാപത്തിൽ നിന്നുള്ള മോചനം, യേശുക്രിസ്തുവിനോട് ചേർന്നുള്ള ജീവിതം, പാപത്തോട് എതിർത്ത് നിൽക്കുക, നീതിക്ക് ദാസന്മാരായി ജീവിക്കുക എന്നീ വിഷയങ്ങളാണ് റോമർ 6-ാം അധ്യായത്തിൽ പൗലോസ് ചർച്ച ചെയ്യുന്നത്. 5-ാം അധ്യായത്തിൽ എങ്കിലും പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു എന്ന് പൗലോസ് എഴുതി. അതിനുള്ളൊരു വിശദീകരണത്തോടെയാണ് 6-ാം അധ്യായം ആരംഭിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസികൾക്ക് പാപത്തിൽ തുടർന്നും ജീവിക്കാമോ എന്ന ചോദ്യത്തിന് റോമർ 6-ാം അധ്യായത്തിൽ പൗലോസ് മറുപടി നൽകുന്നു. അദ്ദേഹത്തിൻ്റെ മറുപടി വ്യക്തവും ശക്തവുമാണ്. ഒരിക്കലും പാടില്ല. രക്ഷിക്കപ്പെട്ട ഒരുവൻ പാപത്തിന് മരിച്ചവനാണ്. അതിനാൽ അവൻ ഇനി പാപത്തിന് അടിമയോ ദാസനോ അല്ല. പാപം ഒരുവനെ മരണത്തിന് അധീനനാക്കുന്നു. ദൈവകൃപ അവനെ ക്രിസ്തുവിലേക്കും നിത്യജീവനിലേക്കും നയിക്കുന്നു. അതിനാൽ പാപത്തിന് പകരം നീതിയെ സേവിക്കണം. റോമർ 6-ാം അധ്യായം ആരംഭിക്കുന്നത് ഒരു ചോദ്യത്തോടെയാണ്. ആകയാൽ നാം എന്തു പറയുന്നു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ആകയാൽ എന്നത് 5-ാം അധ്യായം 20-21 വാക്യങ്ങളിലെ ആശയം ആണ്. കൃപ പെരുകും എന്ന ഉദ്ദേശത്തോടെയോ ലക്ഷ്യത്തോടെയോ പ്രതീക്ഷയോടെയോ പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്ന ആശയമല്ല പൗലോസ് 5:20 പറഞ്ഞത്. അങ്ങനെ ചിന്തിക്കുന്നതിനോടും പ്രവർത്തിക്കുന്നതിനോടുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഒരു നാളും അരുത് എന്നാണ്. ഇത് പാപം ചെയ്യുന്നതിന് യാതൊരു ഒഴിവുമില്ല എന്ന അർത്ഥം നൽകുന്നു. എന്തുകൊണ്ട് ദൈവകൃപ ലഭിച്ച രക്ഷിക്കപ്പെട്ട ദൈവജനം പാപം ചെയ്യുവാൻ പാടില്ല? അതാണ് 6-ന്റെ 2-ാം വാക്യത്തിൽ അദ്ദേഹം ചുരുക്കമായി പറഞ്ഞത്. പാപം സംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? രക്ഷിക്കപ്പെട്ട ദൈവജനം പാപം സംബന്ധമായി മരിച്ചിരിക്കുന്നു. പാപവുമായുള്ള നമ്മളുടെ ബന്ധം മരിച്ചിരിക്കുന്നു. മരണം ഒരു അന്തിമത്വമാണ്. മരിച്ചവർ ആരും പഴയ ജീവിതം തുടരുന്നില്ല. അതിനാൽ നമുക്ക് പാപം ചെയ്ത് ജീവിക്കുവാൻ സാധ്യമല്ല. ഇവിടെ പൗലോസ് സൂചിപ്പിക്കുന്ന മരണം സാധാരണ മരണമല്ല. അത് ക്രൂശിലെ മരണമാണ്. യേശുക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടു മരിച്ചു അടക്കം ചെയ്യപ്പെടുന്നതാണ്. ഇത് മനസ്സിലാക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ കാലത്തെ ക്രൂശീകരണം എന്ന കൊലപാതക രീതിയുടെ ക്രൂരത എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. മത്തായി 16:24 യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഈ വാക്യം യേശു പറയുന്നത് അവൻ്റെ ക്രൂശീകരണത്തിന് മുമ്പാണ്. അതിനാൽ ക്രൂശ് എന്ന വാക്കിന് യേശുവിൻ്റെ ക്രൂശ് മരണത്തിന് മുമ്പ് എന്ന അർത്ഥവും ആശയവുമാണ് ഉണ്ടായിരുന്നത്. അതാണ് ഇവിടെ യേശു ഉദ്ദേശിച്ചത്. ഈ വാക്യത്തിൽ പറയുന്ന ക്രൂശ് എന്ന പദത്തിന് യേശു യാഗമായി തീർന്ന ഇടം എന്ന അർത്ഥം ഇല്ല. യേശു ഈ വാക്യം പറഞ്ഞ സന്ദർഭത്തിൽ ക്രൂശ് ഏറ്റവും ക്രൂരമായ ഒരു കൊലപാതക രീതിയുടെ ഇടമായിരുന്നു. യേശുവിൻ്റെ കാലത്ത് റോമൻ സാമ്രാജ്യം ക്രൂശീകരണത്തെ ഏറ്റവും കഠിനമായ ശിക്ഷയായി ഉപയോഗിച്ചിരുന്നു. അത് വളരെയധികം വേദനയും നിന്ദയും പരിഹാസവും നിറഞ്ഞതും ക്രമേണയും സാവധാനവുമുള്ളതുമായ മരണം ആയിരുന്നു. ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന പൊതുവായ സ്ഥലങ്ങൾക്ക് സമീപമുള്ള കുന്നുകൾക്ക് മുകളിൽ സകലരും കാണുവാൻ തക്കവണ്ണമായിരുന്നു ക്രൂശീകരണം നടപ്പാക്കിയിരുന്നത്. മരണം 6 മണിക്കൂർ മുതൽ 4 ദിവസം വരെ നീണ്ടുപോയേക്കാം. വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള കുറ്റവാളികൾ, കുറ്റം ചെയ്ത പടയാളികൾ, രാജ്യദ്രോഹികൾ എന്നിവരെയായിരുന്നു ക്രൂശിച്ചിരുന്നത്. യജമാനന്മാരെ വിട്ട് ഓടിപ്പോയി കുറ്റകൃത്യം ചെയ്യുന്ന അടിമകൾ, യജമാനന്മാരുടെ കുതിരകളെ മോഷ്ടിക്കുന്ന അടിമകൾ എന്നിവർ താഴ്ന്ന നിലവാരത്തിലുള്ള കുറ്റകൃത്യം ചെയ്യുന്നവരിൽ ഉൾപ്പെട്ടിരുന്നു. റോമൻ സാമ്രാജ്യത്തിനെതിരെയുള്ള ലഹളയും പ്രക്ഷോഭങ്ങളും പ്രവർത്തനങ്ങളും രാജ്യദ്രോഹമായിരുന്നു. രാജ്യദ്രോഹികൾക്കുള്ള ശിക്ഷ എപ്പോഴും ക്രൂശീകരണമായിരുന്നു. ക്രൂശിക്കപ്പെടുന്നവൻ നിശ്ചയമായും ഈ കൂട്ടത്തിൽ ഒരുവൻ ആയിരിക്കും.
ക്രൂശിക്കപ്പെടുന്ന വ്യക്തിയുടെ മരണത്തിന് ശേഷവും ചില ദിവസങ്ങൾ അവൻ്റെ ശരീരം ക്രൂശിൽ തന്നെ വെച്ചേക്കും. കഴുകന്മാർ കുത്തിപ്പറിക്കുന്ന ശരീരത്തിൻ്റെ ഭീകര കാഴ്ച മറ്റുള്ളവർക്കൊരു പാഠമായിരിക്കണം. അതിനുശേഷം ശേഷിക്കുന്ന ശരീരഭാഗങ്ങൾ സമീപത്തുള്ള ഏതെങ്കിലും കുഴിയിൽ എറിഞ്ഞു കളയും. ക്രൂശിക്കപ്പെടുന്നവന് മാന്യമായ ഒരു ശവസംസ്കാരം പോലും നൽകിയില്ല. അന്നത്തെ കാലത്ത് മാന്യമായ ശവസംസ്കാരം സ്വർഗത്തിൽ ലഭിക്കുവാനിടയുള്ള മാന്യമായ സ്വീകരണത്തിന് ആവശ്യമാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ ക്രൂശിക്കപ്പെടുന്നവൻ ഈ ഭൂമിയിൽ മാന്യമായ ശവസംസ്കാരവും സ്വർഗത്തിൽ മാന്യമായ സ്വീകരണവും നിഷേധിക്കപ്പെടുകയാണ്. അവൻ ഭൂമിയിലും സ്വർഗത്തിലും ശപിക്കപ്പെട്ടവൻ ആണ്. ഇത്തരം അനുഭവങ്ങളാണ് ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ അർത്ഥമാക്കിയത്. ഇതിൽ മാന്യവും മഹത്വവും പവിത്രവുമായ യാതൊന്നും ഇല്ല. ഇതിൽ ലോകത്തിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും കഠിനമായ ക്രൂരതയും വേദനയും നിന്ദയും തിരസ്കരണവും മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തു ക്രൂശിൽ അനുഭവിച്ചത് ഇതെല്ലാമായിരുന്നു. യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെടുന്നവൻ്റെയും അനുഭവങ്ങൾ ഇതെല്ലാമാണ്. ഇതെല്ലാം അനുഭവിച്ചവനാണ് യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവൻ. യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെടുന്ന മനുഷ്യൻ്റെ ആത്മീയ അവസ്ഥയെ വിശദീകരിക്കുവാനായി സ്നാനത്തിൽ മാർമികമായി എന്താണ് സംഭവിക്കുന്നത് എന്ന് പൗലോസ് വിവരിക്കുന്നു. പൗലോസിൻ്റെ ഈ വിശദീകരണം ക്രിസ്തീയ സ്നാനത്തിൻ്റെ നിർവചനമായി സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തീയ സ്നാനം യേശുക്രിസ്തുവിനോട് ചേരുവാനുള്ള ഒരു നിയോഗമാണ് എന്ന് പൗലോസ് പറയുന്നു. എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിനോട് ചേരുക എന്നും അദ്ദേഹം പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുന്നവരാണ് അവനോട് ചേരുന്നവർ. ആരാണ് യേശുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുന്നവർ? യേശുവിനോടുകൂടെ ക്രൂശിൽ തറക്കപ്പെട്ട് മരിക്കുന്നവരാണ് അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുന്നത്. യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികൾ ആകുവാനായിട്ടാണ് നമ്മൾ സ്നാനം ഏൽക്കുന്നത്. അവൻ്റെ മരണത്തിൽ സ്നാനത്താൽ പങ്കാളികളായി തീർന്നപ്പോൾ അവനോട് കൂടെ മരിച്ചു, കുഴിച്ചിടപ്പെട്ടു. അതായത് സ്നാനപ്പെടുന്ന എല്ലാവരും യേശുവിനോട് കൂടെ മരിച്ച് അടക്കപ്പെടുന്നു. മരണം, അടക്കം എന്നിവ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അന്തിമത്വമാണ്. ഇനി ആ മനുഷ്യൻ ജീവിക്കുന്നില്ല. അവൻ അടക്കപ്പെട്ട് കഴിയുമ്പോൾ അവൻ ജീവനോടെയോ അല്ലാതെയോ ഈ ഭൂമിയുടെ മുഖത്ത് ഇരിക്കുന്നില്ല. അവനെക്കുറിച്ചുള്ള ഓർമ്മ കൂടി മാഞ്ഞു പോകുന്നു. ഇനി ഒരിക്കലും അവൻ തിരികെ വരികയില്ല. അതായത് സ്നാനപ്പെടുമ്പോൾ പാപിയായ മനുഷ്യൻ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു, അടക്കപ്പെട്ടു. പാപിയായ മനുഷ്യൻ ഇനി ഒരിക്കലും ജീവിക്കുന്നില്ല, തിരികെ വരുന്നതും ഇല്ല. റോമർ 6:3-4 വാക്യങ്ങളിൽ പൗലോസ് സൂചിപ്പിക്കുന്ന സ്നാനം വെള്ളത്താലുള്ള സ്നാനമാണ് എന്നാണ് പൊതുവായി ഉള്ള ധാരണ. എന്നാൽ അത് വെള്ളത്താലുള്ള സ്നാനമല്ല, ആത്മാവിനാൽ ഒരുവന് ലഭിക്കുന്ന സ്നാനമാണ് എന്നും വ്യാഖ്യാനമുണ്ട്. ഈ വ്യാഖ്യാനം അനുസരിച്ച് പരിശുദ്ധാത്മാവ് ഒരുവനിൽ വരുമ്പോൾ അവൻ ആത്മാവിനാൽ സ്നാനം പ്രാപിക്കുന്നു. അത് അവൻ രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നു. ആത്മാവിനാലുള്ള സ്നാനത്തിൽ ഒരുവൻ യേശുക്രിസ്തുവിനോട് ഒപ്പം ചേരുന്നു. എന്നാൽ സുവിശേഷ വിഹിത സഭകൾ പൗലോസ് വെള്ളത്താലുള്ള സ്നാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്ന് പഠിപ്പിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിനോട് കൂടെ ചേരുമ്പോൾ ക്രിസ്തുവിൻ്റെ നീതി അവന് ലഭിക്കുന്നു. ആത്മാവിനാലുള്ള സ്നാനം ഒരുവനെ ക്രിസ്തുവിലാക്കുന്നു. വെള്ളത്താലുള്ള സ്നാനം ആത്മാവിലുള്ള സ്നാനത്തിൻ്റെ ബാഹ്യമായ അടയാളമാണ്. ഒരുവൻ ക്രിസ്തുവിലാണ് എന്നും ക്രിസ്തുവിലായ മറ്റുള്ളവരോടൊപ്പം ചേർന്നിരിക്കുന്നുവെന്നും വെള്ളത്താലുള്ള സ്നാനം സാക്ഷീകരിക്കുന്നു. ഇതാണ് കൂടുതൽ ശരിയായ വ്യാഖ്യാനം. പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നത് വെള്ളത്താലുള്ള സ്നാനമാണ് എന്നും അത് ആത്മാവിനാലുള്ള സ്നാനമാണ് എന്നും വാദിക്കുന്ന ഇരുകൂട്ടരും സ്നാനത്താൽ ഒരുവൻ ക്രിസ്തുവിനോടുകൂടെ മരിക്കുന്നുവെന്നും ഈ മരണം പാപത്തിൻ്റെ വാഴ്ചയെ അവസാനിപ്പിക്കുന്നുവെന്നും സമ്മതിക്കുന്നു. അതിന് പാപത്തിൻ്റെ ഇച്ഛയെ അനുസരിക്കുന്നതിൽ നിന്നും സ്നാനം സ്വീകരിക്കുന്നവൻ സ്വതന്ത്രർ ആകുന്നു. അതിനുശേഷം സ്നാനപ്പെടുന്ന വ്യക്തിക്ക് സംഭവിക്കുന്ന മാറ്റം എന്താണ് എന്ന് 4-ാം വാക്യത്തിൽ പറയുന്നു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. മരിച്ച് അടക്കം ചെയ്യപ്പെട്ട യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ മഹിമയാൽ ഉയർത്തെഴുന്നേറ്റു. അതുപോലെ സ്നാനത്തിൽ യേശുവിനോടൊപ്പം മരിച്ചു അടക്കപ്പെടുന്ന വ്യക്തിയും ദൈവത്തിൻ്റെ മഹിമയാൽ ഒരു പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കുന്നു. അതിനുശേഷം അവൻ പഴയ മരിച്ചു അടക്കപ്പെട്ട മനുഷ്യനായിട്ടല്ല, പുതിയ മനുഷ്യനായി ജീവിക്കുന്നു. ഇത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കെ തന്നെ സംഭവിക്കുന്നു. പൗലോസ് ഇതുവരെ പറഞ്ഞ വാദം ഇതാണ്: യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ചു അടക്കപ്പെട്ടു ഉയർക്കപ്പെട്ടവർ ഇനി പാപത്തിൻ്റെ വാഴ്ചയിൽ ജീവിക്കുന്നില്ല. ഈ അനുഭവത്തിൻ്റെ ഒരു സാദൃശ്യമാണ് സ്നാനം.
6:5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലും ഇതേ വിഷയം തുടരുകയാണ്. ക്രിസ്തുവിനോടുകൂടെ മരിച്ച ഒരുവന്റെ പഴയ മനുഷ്യൻ, അതായത് പാപിയായ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. അതിനാൽ അവന്റെ പാപ ശരീരത്തിന് നീക്കം വന്നു. ഇങ്ങനെ മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവർ പാപത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. മരിച്ചവർ ആരും പിന്നീട് പാപം ചെയ്യുന്നില്ല. 6:6 വാക്യത്തിലെ പാപശരീരത്തിന് എന്നതിന് മനുഷ്യന്റെ ഭൗതിക ശരീരം പാപമാണ് എന്നോ അത് തിന്മയാണ് എന്നോ അർത്ഥമില്ല. ശരീരം ദൈവത്തിന്റെ ദാനമാണ് എന്നും അതിനാൽ ദൈവികമാണ് എന്നുമാണ് യഹൂദ കാഴ്ചപ്പാട്. അതിനാൽ ശരീരത്തെ മുറിപ്പെടുത്തുന്നതോ ദോഷം വരുത്തുന്നതോ ആയ യാതൊന്നും അവർ ചെയ്യുകയില്ല. എന്നാൽ യവന റോമൻ ചിന്ത ഇങ്ങനെയായിരുന്നില്ല. അവർ ശരീരത്തെ തിന്മയായും ആത്മാവിനെ വിശുദ്ധമായും കണ്ടു. അതിനാൽ ശരീരം ഉപേക്ഷിച്ച് ആത്മാവ് വിട്ടുപോകുന്ന മരണത്തെ യവന റോമൻ ചിന്തകർ സ്വാതന്ത്ര്യവും വിടുതലും ആയി കണ്ടു. എന്നാൽ യഹൂദ കാഴ്ചപ്പാടാണ് പൗലോസ് പഠിപ്പിച്ചത്. ഇത് 1 കൊരിന്ത്യർ 6:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാം. അതുകൊണ്ട് റോമർ 6:6 വാക്യത്തിലെ പാപശരീരത്തിന് എന്നതിന് പാപമാഴുന്ന അല്ലെങ്കിൽ പാപത്തിന്റെ ആധിപത്യത്തിലായിരിക്കുന്ന ശരീരം എന്നാണ് അർത്ഥം. ഈ പാപശരീരം ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. അതിനാൽ അതിനെ നീക്കം വന്നു. ഇനി അത് ഇല്ല. അതിനാൽ പുതിയ മനുഷ്യൻ പാപത്തിന്റെ ആധിപത്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചവൻ ആണ്. 6:5 വാക്യത്തിൽ ഈ അനുഭവങ്ങളുടെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് പൗലോസ് പറയുന്നു. സ്നാനത്തിലൂടെ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചവർ വർത്തമാനകാലത്തും ഭാവിയിലും അവന്റെ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അവർക്ക് പാപത്താലുള്ള മരണത്തിൽ നിന്നും സ്വാതന്ത്ര്യവും എന്നേക്കുമുള്ള ഒരു പുനരുത്ഥാനവും ലഭിക്കും. ഇത് വർത്തമാനകാലത്ത് നമ്മൾ ആയിരിക്കുന്നതും ഭാവിയിൽ സംഭവിക്കേണ്ടതും ആണ്. നമ്മളിപ്പോൾ ആയിരിക്കുന്ന ആത്മീയ അവസ്ഥയെക്കുറിച്ച് റോമർ 6:4 പൗലോസ് എഴുതി, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. റോമർ 6:5 ഭാവിയിൽ സംഭവിക്കുവാനിരിക്കുന്ന ഒരു ആത്മീയ മാറ്റത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ എഴുതി, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോടും നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. തുടർച്ചയായി എഴുതിയിരിക്കുന്ന ഈ 2 വാക്യങ്ങൾ ഒരുമിച്ച് വായിച്ചാൽ നമുക്കൊരു ആത്മീയ മർമ്മം മനസ്സിലാകും. യേശുക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുക എന്നതിന് ഇപ്പോൾ എന്നും ഭാവിയിലെന്നും 2 അവസ്ഥകളുണ്ട്. സ്നാനത്തിൽ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു അടക്കപ്പെട്ടവർ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവർ ഇപ്പോൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നു. പാപത്തിന്റെ ആധിപത്യത്തിലായിരുന്ന പഴയ മനുഷ്യൻ മരിച്ചുപോയി, അവൻ ഇനി ഇല്ല. ഇപ്പോൾ ജീവിക്കുന്നത് ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ പുതിയ മനുഷ്യൻ ആണ്. അവന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോട് സാദൃശ്യമുണ്ട്. അവനിൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച അതേ ആത്മാവും ശക്തിയും ഉണ്ട്. ഒപ്പം ക്രിസ്തുവിന്റെ മരണത്തോട് ഏകീഭവിച്ച് രക്ഷിക്കപ്പെട്ട ദൈവജനം ഭാവിയിലും യേശു ക്രിസ്തുവിന്റെ വരവിങ്കൽ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും. അന്ന് നമ്മളുടെ മർത്യശരീരം പുനരുത്ഥാനം പ്രാപിച്ച് യേശുവിന്റെ ശരീരത്തോട് ഏകീഭവിക്കും. ആത്മീയമായി ക്രിസ്തുവിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ നമ്മൾ ഇപ്പോൾ പുതിയ സൃഷ്ടികളായി ജീവിക്കുന്നു. ഭാവിയിൽ ഇപ്പോഴുള്ള നമ്മുടെ ഭൗതിക ശരീരത്തിന് ഒരു പുനരുത്ഥാനം ഉണ്ടാകും. അപ്പോൾ നമ്മൾ പുനരുത്ഥാനം പ്രാപിച്ച യേശുവിനെ പോലെ ആകും. പാപത്തിന്റെ ആധിപത്യത്തിലായിരുന്ന പഴയ മനുഷ്യൻ മരിച്ചു അടക്കപ്പെട്ടു. ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്ന പുതിയ മനുഷ്യൻ ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റു. ആയതിനാൽ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നത് ഒരു അസാധ്യമാണ്. പാപസംബന്ധമായി മരിച്ചവർക്ക് ഇനിയും പാപത്തിൽ ജീവിക്കുവാൻ സാധ്യമല്ല. 6:5 വാക്യത്തിലെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ചിന്ത 8 വാക്യത്തിലും തുടരുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ പറയുന്ന ഉയർത്തെഴുന്നേൽപ്പ് രക്ഷിക്കപ്പെട്ട ഒരുവന്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നതാണോ ഭാവിയിൽ ഉണ്ടാകുവാനിരിക്കുന്നതാണോ എന്നതിൽ വ്യക്തതയില്ല. ഈ 2 ആശയങ്ങളും ഇവിടെ വായിക്കാവുന്നതാണ്. രക്ഷിക്കപ്പെട്ട എല്ലാവരും ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം നയിക്കേണ്ടത് ആണ്. നമ്മളുടെ പാപിയായ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോടുകൂടെ നിത്യമായി ജീവിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്നതാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പിന്നീട് മരിച്ചിട്ടില്ല. മരണത്തിന് ഇനി യേശു ക്രിസ്തുവിന്റെ മേൽ യാതൊരു കർത്തൃത്വവുമില്ല. മരണത്തിന് ഇനിയും യേശുവിന്റെ മേൽ ഒരു യജമാനൻ എന്ന വണ്ണമുള്ള അധികാരം ഇല്ല. മരണം അവനിൽ വാഴുന്നില്ല.
അതുപോലെ തന്നെ പാപം രക്ഷിക്കപ്പെട്ട ഒരുവനെ ഒരു യജമാനനെ പോലെ നിയന്ത്രിക്കുന്നില്ല. അതിനാൽ പാപം അവനിൽ വാഴുന്നില്ല. യേശുക്രിസ്തു പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു എന്ന ആശയം 10-ാം വാക്യത്തിലും പൗലോസ് ആവർത്തിക്കുന്നു. ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തു നിത്യമായി ജീവിക്കുന്നു. അവൻ ജീവിക്കുന്നത് ദൈവമഹത്വത്തിനായി ആണ്. അതുപോലെ തന്നെ രക്ഷിക്കപ്പെട്ട ദൈവജനം പാപസംബന്ധമായ ഒരിക്കലായി മരിച്ചവർ എന്ന് സ്വയം എണ്ണണം. ജീവിക്കുന്നതോ ക്രിസ്തു യേശുവിൽ ദൈവത്തിനു വേണ്ടി ആയിരിക്കണം. 6-12-13 വാക്യങ്ങളിൽ പൗലോസ് അതിനു മുമ്പ് പറഞ്ഞ വാദങ്ങൾക്ക് ഒരു പ്രബോധനത്തോടെ ഉപസംഹാരം പറയുന്നു. ക്രിസ്തുവിനോടുകൂടെ മരിച്ചു അടക്കം ചെയ്യപ്പെട്ടു ഉയർത്തെഴുന്നേറ്റവരായ നമ്മളിൽ പാപമിനി ഒരു യജമാനന്റെ അധികാരത്തോടെ വാഴരുത്. ഇത് രക്ഷിക്കപ്പെട്ട ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിനുള്ള മാർഗം നമ്മളുടെ മർത്യശരീരത്തിൽ പാപത്തിന്റെ മോഹങ്ങളെ അനുസരിക്കാതിരിക്കുക എന്നതാണ്. നമ്മുടെ ശരീര അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി ഉപയോഗിക്കുവാൻ പാപത്തെ അനുവദിക്കരുത്. ക്രിസ്തുവിനോടുകൂടെ മരിച്ചിട്ട് അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവരായി നമ്മളെ ദൈവത്തിന് സമർപ്പിക്കണം. നമ്മളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിക്കണം. ഇവിടെ ഒരു ചോദ്യം ഉയരുന്നു. രക്ഷിക്കപ്പെട്ട ദൈവജനം പാപസംബന്ധമായി ക്രിസ്തുവിനോടൊപ്പം മരിച്ചു, പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേറ്റു എന്ന് പൗലോസ് മുമ്പ് പറഞ്ഞു. ഇങ്ങനെ പാപസംബന്ധമായി മരിച്ച ഒരുവൻ വീണ്ടും പാപം ചെയ്യുവാൻ സാധ്യതയുണ്ടോ? വീണ്ടും ജനനം പ്രാപിച്ച ഒരുവന്റെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കപ്പെടുവാൻ സാധ്യത ഉണ്ടോ? നമ്മൾ ക്രിസ്തുവിനോടൊപ്പം മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മളിലുള്ള പാപത്തിന്റെ വാഴ്ച അല്ലെങ്കിൽ അധികാരം ഇല്ലാതെയായി. ഇനി പാപം നമ്മുടെ മേൽ വാഴുന്നില്ല. എന്നാൽ പാപത്തോടുള്ള ചായ്വ് നമ്മുടെ ഭൗതിക ശരീരത്തിൽ തുടർന്നുകൊണ്ടാകാം. നമ്മളിനി പാപത്തിന് അടിമകളല്ല, എങ്കിലും പാപം ചെയ്യുവാൻ കഴിയും. കാരണം നമ്മളുടെ ശരീരം ഇപ്പോഴും ആദാമിൻ്റെ പാപത്തിൻ്റെ ഫലമായി സമ്പൂർണമായി മലിനമാണ്. അതുകൊണ്ടാണ് പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത് എന്ന് പൗലോസ് ഉപദേശിക്കുന്നത്. അതിനാൽ നമ്മൾ പാപത്തോട് എപ്പോഴും ഒരു പോരാട്ടത്തിലായിരിക്കണം. പാപത്തിന് നമ്മളുടെ മേൽ വാഴ്ചയില്ല എന്നതിനാൽ പാപം ചെയ്യുവാൻ നമ്മൾ നിർബന്ധിതരല്ല. നമുക്ക് പാപത്തെ എതിർത്ത് പരാജയപ്പെടുത്തുവാൻ കഴിയും. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പാപത്തിന്റെ ആധിപത്യത്തെ എതിർത്ത് തോൽപ്പിക്കുവാനുള്ള ശേഷി നമുക്ക് ഇല്ലായിരുന്നു. കാരണം നമ്മൾ പാപത്തിന്റെ ആധിപത്യത്തിൽ ആയിരുന്നു. എന്നാൽ വീണ്ടും ജന്മം പ്രാപിച്ചവൻ ഉയരത്തിൽ നിന്നും ജനിച്ചവൻ ആണ്. അവൻ യേശുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റവനാണ്. അവനിൽ ഉയർപ്പിന്റെ ശക്തിയുണ്ട്. ഉയർപ്പിന്റെ ശക്തി നമ്മൾ ഉപയോഗിക്കേണ്ടത് പാപത്തോട് പോരാടി അതിനെ ജയിക്കുവാനാണ്. യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ശക്തി നമ്മുടെ മേലുള്ള പാപത്തിന്റെ വാഴ്ച അവസാനിപ്പിച്ച് നമ്മളെ പാപത്തിന്റെ അധികാരത്തിൽ നിന്നും സ്വതന്ത്രരാക്കി. അതിനാൽ ഇപ്പോൾ നമ്മൾ പാപത്തോട് പോരാടുവാൻ തക്കവണ്ണം ശക്തരായിരിക്കുന്നു. അതിനാൽ രക്ഷിക്കപ്പെട്ട ജനം പാപത്തോടുള്ള പോരാട്ടം തുടരുന്ന കാലമെല്ലാം അവർ പാപം ചെയ്യാതെ ജീവിക്കുവാൻ കഴിയും. മറ്റു രീതിയിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവർ അവർ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ മാത്രമേ പാപം ചെയ്യുന്നുള്ളൂ. അതിനാൽ പൗലോസ് 6-12-13 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതി: ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. ഇത് നമ്മൾ എങ്ങനെ ചെയ്യുവാൻ കഴിയും? നമ്മൾ എപ്പോഴും പാപത്തിന് മരിച്ചവർ ആണ് എന്നും ഉയർപ്പിന്റെ ശക്തിയിൽ ജീവിക്കുന്നവരാണ് എന്നും സ്വയം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതിനാൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ മേൽ അധികാരമില്ലാത്ത പാപവുമായി ഒരു പോരാട്ടത്തിലാണ്. ഉയർപ്പിന്റെ ശക്തി പാപത്തോട് പോരാടുവാനും എതിർത്ത് തോൽപ്പിക്കുവാനും നമ്മളെ ശക്തർ ആക്കും. ഉയർപ്പിന്റെ ശക്തി ഉപയോഗിക്കേണ്ടത് പാപത്തോട് പോരാടുവാനാണ്. പാപത്തെ ജയിക്കുവാനാണ് ഉയർപ്പിന്റെ ശക്തി നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. 6-14-15 വാക്യങ്ങളിൽ പൗലോസ് ന്യായപ്രമാണം, കൃപ, പാപം എന്നിവയെക്കുറിച്ച് പറയുന്നു. കൽപ്പനാലംഘനത്തിന് ഹേതുവായ ന്യായപ്രമാണത്തിന് ഇപ്പോൾ നമ്മുടെ മേൽ ആധിപത്യമില്ല. പ്രമാണത്തിന് അധീനർ അതിനാൽ പാപം ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ദൈവകൃപയ്ക്ക് അധീനർ ആണ്. അതിനാൽ പാപത്തിന് നമ്മുടെ മേൽ ഒരു യജമാനനെ പോലെ അധികാരം നടത്തുവാൻ കഴിയുക ഇല്ല. എന്നാൽ ഇത് പാപം ചെയ്യുവാനുള്ള ഒരു സാഹചര്യമല്ല. കൃപയുടെ അധികാരത്തിന് കീഴിലായതിനാൽ പാപം ചെയ്യുവാൻ പാടില്ല. ഇവിടെ ഒരു നാളും അരുത് എന്ന ശക്തമായ താക്കീതാണ്
പൗലോസ് നൽകുന്നത്. റോമർ 6:16 മുതൽ പൗലോസ് 2 തരത്തിലുള്ള ദാസന്മാരുടെ ചിത്രം അവതരിപ്പിക്കുന്നു. ഒന്ന് പാപത്തിന്റെ ദാസന്മാർ, 2 അനുസരണത്തിന്റെ ദാസന്മാർ. ഇവിടെ പൗലോസ് ഒരു സാർവലൗകിക പ്രമാണം പറയുന്നു. നമ്മൾ ആരെ അനുസരിക്കുവാനായി സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ അവന് ദാസന്മാരായി തീരുന്നു. നമ്മൾ ആരെ അനുസരിക്കുന്നുവോ അവന് ദാസന്മാർ ആകുന്നു. നമ്മുടെ മുന്നിൽ തിരഞ്ഞെടുക്കുവാനുള്ള 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ നമ്മൾ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാരാകുക, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ ആകുക. ഒരു അടിമ അവന്റെ യജമാനൻ കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുവാൻ കടപ്പെട്ടവനാണ്. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമ ആകുന്നു. പാപത്തിന്റെ ഫലം ആത്മീയവും ശാരീരികവുമായ മരണമാണ്. ദൈവത്തോടുള്ള അനുസരണത്തിന്റെ ഫലം നീതീകരണമാണ്. ആർക്കും ഒരേ സമയത്ത് പാപം ചെയ്യുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുക സാധ്യം അല്ല. 6:17-18 പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നവരെ ഓർത്ത് പൗലോസ് ദൈവത്തിന് സ്തോത്രം പറയുന്നു. പൗലോസ് ഇത് റോമിലെ ക്രിസ്തീയ വിശ്വാസികളെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അവർ ഒരിക്കൽ പാപത്തിന്റെ ദാസന്മാരായിരുന്നു, എന്നാൽ അവരെ പഠിപ്പിച്ച ഉപദേശങ്ങളെ അവർ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തു. അങ്ങനെ അവർ പാപത്തിന്റെ ആധിപത്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചു. അവർ ഇപ്പോൾ നീതിക്ക് ദാസന്മാരായി തീർന്നിരിക്കുന്നു. ഇത് റോമിലെ ക്രിസ്തീയ വിശ്വാസികൾക്കുള്ള നല്ലൊരു പ്രശംസ ആണ്. അവർ രക്ഷിക്കപ്പെട്ടു, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് അനുസരിച്ച് ജീവിച്ചു. പിന്നീട് പാപത്തിന്റെ ദാസന്മാർ ആയില്ല, ദൈവിക നീതീകരണത്തിൽ തുടരുന്നു. അവരെ തന്നെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നു. തെസ്സലോനിക്കയിലെ സഭയെക്കുറിച്ചും പൗലോസ് സമാനമായ ഒരു പ്രശംസ എഴുതുന്നുണ്ട്. അടിമകൾ എന്ന സാദൃശ്യം പൗലോസ് 19 ഉപയോഗിക്കുന്നു. ജഡത്തിന്റെ ബലഹീനത നിമിത്തം മാനുഷ്യ രീതിയിൽ ആത്മീയ മർമ്മങ്ങൾ വിശദീകരിക്കുവാൻ വേണ്ടിയാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത് എന്ന് പൗലോസ് പറയുന്നു. അധികാരത്തിന് കീഴിലായിരിക്കുക എന്നത് എന്താണ് എന്ന് വിനിമയം ചെയ്യുവാനാണ് അടിമകൾ എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നത്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ഒരുവൻ ഒരു അടിമയെപ്പോലെ ബലഹീനരായി അശുദ്ധിക്കും അധർമ്മത്തിനും അവനെ തന്നെ സമർപ്പിച്ചിരുന്നു. ഒരുവൻ ക്രിസ്തുവിൽ ആയിത്തീരുന്നതിന് മുമ്പേ പാപത്തെ അനുസരിക്കുവാൻ നിർബന്ധിതനായിരുന്നു. അതാണ് പാപത്തിന്റെ അടിമത്തം. എന്നാൽ ഇപ്പോൾ അവർ പാപത്തിന്റെ ആധിപത്യത്തിൽ നിന്നും സ്വതന്ത്രരായിരിക്കുന്നു. ഇപ്പോൾ അവർ അധർമ്മത്തിനായി അടിമകൾ അല്ല. അതിനാൽ അവരുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിക്കുവാൻ പൗലോസ് പ്രബോധിപ്പിക്കുന്നു. പുതിയ നിയമ ഉപദേശത്തിൽ വിശുദ്ധീകരണം ഒരു തുടർച്ചയായ പ്രക്രിയ ആണ്. 6:20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഈ അധ്യായത്തിലെ വാദങ്ങളെ ഉപസംഹരിക്കുന്നു. 2 വിധത്തിലുള്ള ജീവിതങ്ങളെ അദ്ദേഹം താരതമ്യപ്പെടുത്തുന്നു. ഒന്ന് പാപത്തിന്റെ ദാസന്മാർ, രണ്ടാമത്തേത് ദൈവത്തിന്റെ ദാസന്മാർ. റോമിലെ ക്രിസ്തീയ വിശ്വാസികളാണ് ഈ ലേഖനത്തിന്റെ നേരിട്ടുള്ള വായനക്കാർ. അവർ ഒരിക്കൽ പാപത്തിന്റെ ദാസന്മാരായിരുന്നു. അപ്പോൾ അവർ നീതിക്ക് അടിമകൾ ആയിരുന്നില്ല. അതായത് നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നു. ദൈവഹിതം പ്രവർത്തിക്കുവാൻ അവർ നിർബന്ധിതരായിരുന്നില്ല. എന്നാൽ പാപത്തിന്റെ ഫലം നിത്യമായ ലജ്ജയും മരണവും ആയിരുന്നു. ഇപ്പോൾ ദൈവകൃപയാൽ അവർ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. ഒന്നുകിൽ പാപത്തിന്റെ അടിമത്തം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസത്വം. ഇത് രണ്ടുമല്ലാതെ മറ്റൊരു തെരഞ്ഞെടുപ്പിനുള്ള സാധ്യത ഇല്ല. അതിനാൽ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രരായവർ ദൈവത്തിന്റെ ദാസന്മാരായി തീർന്നിരിക്കുന്നു. ദൈവത്തിന്റെ ദാസത്വത്തിന്റെ ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്ത്യം നിത്യജീവനും ആകുന്നു. അതിനാൽ ദൈവത്തിന്റെ ദാസന്മാരായ ദൈവജനം ഇനി പാപം ചെയ്യാതെ നീതി പ്രവർത്തിക്കുവാൻ ബാധ്യസ്ഥരാണ്. റോമർ 6:20 പൗലോസ് എഴുതിയത് ഇങ്ങനെയാണ്: പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഒരു അടിമ യജമാനന് വേണ്ടി കഠിനമായി അധ്വാനിക്കണമെങ്കിലും അവന് യജമാനൻ കൂലി നൽകാറില്ല. പാപത്തിന് വേണ്ടിയുള്ള അധ്വാനത്തിന്റെ അന്തിമ ഫലം നിത്യമായ മരണമാണ്. എന്നാൽ ദൈവത്തിന്റെ കൃപാവരം പ്രാപിച്ച് പാപത്തിൽ നിന്നും സ്വതന്ത്രരാകുന്നവരുടെ പ്രതിഫലം കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ ആണ്. നിത്യജീവൻ ശമ്പളമല്ല, അത് കൃപാദാനമാണ്. ആർക്കും ദൈവകൃപ പ്രവൃത്തികളാൽ നേടിയെടുക്കുവാൻ സാധ്യമല്ല, അത് ദൈവിക ദാനം ആണ്. റോമർക്കെഴുത ലേഖനത്തിന്റെ പഠന പരമ്പരയിലെ 7ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇവിടെ റോമർ 6-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചത്. ഇതിനു മുമ്പുള്ളതും ശേഷമുള്ളതുമായ എല്ലാ എപ്പിസോഡുകളും ഇതേ ചാനലിൽ ലഭ്യമാണ്. ഈ പഠനത്തിന്റെ ഈ ബുക്ക് സൗജന്യമായി ലഭിക്കുന്നു.
താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ആവശ്യപ്പെടുക. നമ്പർ 9961330751. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.